വരാഹരൂപം ദൈവവരിഷ്ടം വരാഹരൂപം ദൈവവരിഷ്ടം വരസ്മിതവദനം വജ്രദന്തധര രക്ഷാകവചം. വരാഹരൂപം എന്ന് പറയുന്ന ആ ഒരു പാട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കനകാംഗി രാഗത്തിൽ അടങ്ങിയതാണ്, അല്ലെങ്കിൽ ആ രാഗത്തിൽ ചിട്ടപ്പെടുത്തിയതാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ശ്രീ ഗണനാഥം ഭജാമ്യഹം എന്ന് പറയുന്ന ഒരു അപൂർവ കൃതികളിലൊന്നാണ്. അത് നമ്മുടെ മുത്തുസ്വാമി ദീക്ഷിതർ, അതായത് ശാസ്ത്രീയ സംഗീതത്തിലെ ത്രിമൂർത്തികളെന്നറിയപ്പെടുന്ന ശ്യാമാശാസ്ത്രി, ത്യാഗരാജസ്വാമികൾ, അതുപോലെ തന്നെ മുത്തുസ്വാമി ദീക്ഷിതർ, ഈ 3 പേരാണ്. അതിൽ ഈ മുത്തുസ്വാമി ദീക്ഷിതരുടെ ഒരു പ്രധാനപ്പെട്ട അപൂർവം കൃതികളിൽ ഒന്നാണ് ഈ ശ്രീഗണനാഥം ഭജാമ്യഹം എന്ന് പറയുന്ന കൃതി. ഈ കൃതി അതായത് വളരെ അപൂർവം ചില സംഗീതജ്ഞന്മാർ മാത്രമാണ് ഇങ്ങനൊരു കൃതി ആലപിച്ച് കേട്ടിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനമായിട്ട് നമുക്ക് എടുത്തു പറയേണ്ടത് നമ്മുടെ ഗാനഗന്ധർവൻ ശ്രീ യേശുദാസാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആലാപനത്തിലൂടെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ കനകാംഗി എന്ന് പറയുന്ന രാഗത്തെ പറ്റി അധികമായിട്ട് ഞാൻ അറിയുന്നത്. കൂടുതലായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹത്തിലൂടെയാണ്. അപ്പോൾ നമുക്ക് ആ കൃതി ഇവിടെ ഞാൻ ആലപിക്കുകയാണ്. ശ്രീഗണനാഥം ഭജാമ്യഹം ശ്രീഗണനാഥം ഭജാമ്യഹം ശ്രീകരം ചിന്തിതാർത്ഥ ഫലദം ശ്രീഗണനാഥം ഭജാമ്യഹം ശ്രീകരം ചിന്തിതാർത്ഥ ഫലദം ശ്രീഗണനാഥം ഭജാമ്യഹം ഭജാമ്യഹം അഹം. മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഈ കനകാംഗി രാഗം, അതായത് വിവാദി രാഗം എന്ന് പറയുന്ന ഒരു പ്രത്യേക കാറ്റഗറിയിലാണ് നമ്മൾ പെടുത്തിയിരിക്കുന്നത്. അതായത് വിവാദി രാഗം അങ്ങനെ എല്ലാവരും എടുത്ത് അറ്റംപ്റ്റ് ചെയ്യുന്ന ഒരു രാഗാസല്ല. അതൊരു പ്രത്യേക കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുകയാണ്. കാരണം അത് ആലാപനം ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം സ്വരസ്ഥാനങ്ങൾ അത്ര സൂക്ഷ്മതയോടെ പ്രയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ രാഗത്തിൻ്റെ ഛായ മാറിപ്പോവും. അതിന് വിവാദി ദോഷം അല്ലെങ്കിൽ ആ ഒരു രാഗം നമ്മൾ പാടി തെറ്റിച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ദോഷമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.